പ്രവാസിയായി ഇരിക്കുക എന്നത് തന്നെ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണല്ലേ. നാടും വീടും വീട്ടുകാരെയും എല്ലാം ഉപേക്ഷിച്ച് അന്യനാട്ടിൽ ജോലി ചെയ്യേണ്ടി വരുന്നൊരവസ്ഥ. പക്ഷേ ഇന്ന് പറയാൻ പോകുന്ന കാര്യം അതിലും കുറച്ച് വ്യത്യസ്തമാണ്. 18 വർഷത്തിലേറെയായി തൻ്റെ നാടോ വീടോ വീട്ടുകാരെയോ ഒരു നോക്ക് കാണാൻ പോലും കഴിയാതെ ഒരു സ്ഥലത്ത് കുടുങ്ങിപ്പോയൊരു മനുഷ്യനെ കുറിച്ച്. ആ കുടുങ്ങിപ്പോയ സ്ഥലവും കുറച്ച് വ്യത്യസ്തമാണ്. ഇറാനിൽ ജനിച്ച മെഹ്റാൻ കരീമി നസ്രി ഒരു രാഷ്ട്രീയ അഭയാർത്ഥിയായിരുന്നു. 1970കളിൽ അദ്ദേഹം ഇറാനിൽ നിന്ന് പുറത്താക്കപ്പെട്ടു. പിന്നീട് യൂറോപ്പിൽ അഭയം തേടി യാത്ര തുടർന്നു. ബ്രിട്ടനിൽ താമസിക്കാനുള്ള ശ്രമത്തിനിടെ അദ്ദേഹത്തിന്റെ എല്ലാ രേഖകളും, പാസ്പോർട്ട്, വിസ, യാത്രാരേഖകൾ എല്ലാം നഷ്ടമായി. അതിനുശേഷം അദ്ദേഹത്തിന്റെ ജീവിതം ആകാശത്തിന് കീഴിൽ തന്നെ കുടുങ്ങിപ്പോയി. 1988 അദ്ദേഹം ഫ്രാൻസിലെ പാരീസ് ചാൾസ് ഡെ ഗൗലെ വിമാനത്താവളത്തിലെത്തി. രേഖകളില്ലാത്തതിനാൽ ഫ്രഞ്ച് ഇമിഗ്രേഷൻ ഉദ്യോഗസ്ഥർ അദ്ദേഹത്തെ രാജ്യത്തിനുള്ളിലേക്ക് പ്രവേശിക്കാൻ അനുവദിച്ചില്ല. തിരിച്ചു പോകാനും അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. കാരണം മറ്റു രാജ്യങ്ങൾക്കും രേഖകളില്ലാതെ അദ്ദേഹത്തെ സ്വീകരിക്കാൻ താല്പര്യമില്ലായിരുന്നു. അതിനാൽ എയർപോർട്ട് ടെർമിനൽ തന്നെ അദ്ദേഹത്തിന്റെ വീടായി. ടെർമിനൽ 1ലുള്ള ബെഞ്ചിലായിരുന്നു അദ്ദേഹത്തിന്റെ ഉറക്കം. പത്രം വായിക്കുകയും യാത്രക്കാരുമായി സംസാരിക്കുകയും എയർപോർട്ട് ജീവനക്കാർ നൽകുന്ന ഭക്ഷണം കഴിക്കുകയും ചെയ്താണ് വർഷങ്ങൾ കടന്നത്. എയർപോർട്ട് ജീവനക്കാർ അദ്ദേഹത്തെ സർ ആൽഫ്രഡ് എന്ന് വിളിക്കാൻ തുടങ്ങി. പാസ്പോർട്ട് ഇല്ലാത്ത ആ മനുഷ്യനെ എല്ലാവരും ഒരു അത്ഭുതമായാണ് കണ്ടിരുന്നത്. അങ്ങനെ ഒന്നും രണ്ടുമല്ല, 18 വർഷം മുഴുവൻ അദ്ദേഹം വിമാനത്താവളത്തിനുള്ളിൽ തന്നെയായിരുന്നു. അതായത് 1988 മുതൽ 2006 വരെ. ലോകം മുഴുവൻ അദ്ദേഹത്തെ ദ ടെർമിനൽ മാൻ എന്ന പേരിൽ അറിയാൻ തുടങ്ങി. അദ്ദേഹത്തിന്റെ കഥയെയാണ് സ്റ്റീവൻ സ്പിൽബർഗ് സംവിധാനം ചെയ്ത 2004 പുറത്തിറങ്ങിയ ദ ടെർമിനൽ എന്ന ഹോളിവുഡ് സിനിമക്ക് പ്രചോദനമാക്കിയത്. സിനിമയിൽ ടോം ഹാങ്ക്സ് അഭിനയിച്ചു. 2006 അദ്ദേഹത്തിന് ആശുപത്രിയിൽ പ്രവേശിക്കേണ്ടി വന്നു. പിന്നീട് അദ്ദേഹം പാരീസിൽ ചെറിയ താമസ സ്ഥലം കണ്ടെത്തിയെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ അദ്ദേഹത്തെ പിന്തുടർന്നു. 2022 നവംബർ മാസത്തിലാണ് അദ്ദേഹം പാരീസ് എയർപോർട്ടിൽ തന്നെ ഹൃദയാഘാതം മൂലം മരിച്ചത്. മരിക്കുമ്പോൾ 77 വയസ്സായിരുന്നു അദ്ദേഹത്തിന്. എവിടെ ജീവിതം ആരംഭിച്ചോ അവിടെ തന്നെ അവസാനിച്ചു. നമ്മൾ എന്ത് മോഹങ്ങളുടെ കൊട്ടാരം കൂട്ടിയാലും വിധി അതെന്താണോ അത് മാത്രമേ സംഭവിക്കൂ. എല്ലാവർക്കും നന്മ വരട്ടെ. വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഇറ്റ്സ് മീഡിയ സൈനിങ് ഓഫ്.